നമുക്കുള്ളതെല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു ഭവനത്തെ അല്ലെങ്കിൽ ഈ ഒരു വീടിനെ ഏറ്റവും മനോഹരമായ ഒരു പുത്തൻ വീടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പഴകിയത് അല്ലെങ്കിൽ ഒരു പഴയ വീടായതെന്ന് ചോദിച്ചാൽ, തലമുറകളായിട്ട് നമുക്ക് അറിവുകൾ മാത്രമാണ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറിവുകളെന്ന് പറയുന്നത് ഇത് ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറിവ് നിറയും. ഏത് പാത്രത്തിലായാലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ നിറഞ്ഞ് ഒരാവശ്യവുമില്ലാതെ ഒരു യൂസ്ലെസ് ആയിട്ട് കിടക്കുക ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെയുള്ള അറിവുകളാണെങ്കിൽ അത് നമ്മളായിട്ട് മാറും. വെറും അറിവ് മാത്രമാണെങ്കിൽ അത് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. കാരണം ഇത് ഉപയോഗിക്കണില്ലല്ലോ. കാരണം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഇത് നമുക്ക് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മൾ മഹാന്മാരെന്ന് കരുതുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോ നമ്മളെ പിതാവോ മാതാവോ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിൽ ഏൽപ്പിച്ച് തന്ന അറിവുകളാണ്. പക്ഷെ അനുഭവത്തിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണില്ല. അപ്പോൾ അനുഭവത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് എപ്പോഴും ഒരു അറിവായിട്ട് നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ലഗേജായിട്ട് നമ്മളെ ബോഡിയിൽ എപ്പോഴും നിലകൊള്ളും. പതുക്കെ പതുക്കെ ഇത് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ പല രോഗങ്ങളിലേക്കും ഇത് കൊണ്ടുപോകും. എന്നാൽ നമ്മൾ ഈ അനുഭവത്തിന് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അതിന് പിന്നെ നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വസ്ഥത കളയുന്ന കാര്യങ്ങൾ ഇന്നതും ഇന്നതുമാണ്, അത് ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിലേക്ക് എത്തുന്ന അവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരിലും ഉണ്ടല്ലോ ഒരിക്കലെങ്കിലും സമാധാനത്തിൽ ഇരിക്കുന്ന അവസ്ഥ നമ്മളെല്ലാവരും നമ്മളെ ബോഡിയിൽ സെൻസ് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന എല്ലാ കോപ്രായങ്ങളും ഈ വിശ്വാസത്തിൻ്റെ മണ്ടത്തരങ്ങളും നമ്മൾ വീണ്ടും ചെയ്തു നോക്കണത്. എപ്പോഴെങ്കിലും ആ സുഖമുള്ളൊരവസ്ഥ നമുക്ക് കിട്ടിയാലോ, അഥവാ ബിരിയാണി കൊടുക്കണുണ്ടെങ്കിലാ. ഇങ്ങനെയാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കിട്ടിയ അറിവുകൾ, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മളിലേക്ക് വന്നത് ഇതിനെ നമ്മൾ ഇരുത്തി അറുത്ത് മുറിച്ച് പരിശോധിച്ച് അതിൻ്റെ എസെൻസ് എടുത്തിട്ട് ആ എസെൻസ് നമ്മളായിട്ട് മാറണം. അപ്പോൾ ഇപ്പോൾ ഈ ശരീരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് അറിവുകളാണ്. തലമുറകളായിട്ട് നമ്മളിലേക്ക് പലരും കുത്തി നിറക്കപ്പെട്ട് ചിലപ്പം 1000-10000 വർഷങ്ങൾ മുമ്പേ ഉള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ കയറ്റി വെച്ച് എന്നിട്ട് അതിനെ മഹത്തായ സംഭവമാക്കി മാറ്റുക. പക്ഷേ ഈ ശരീരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശരീരം രൂപം കൊള്ളാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്, എന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് അന്ന് തൊട്ടേ അല്ലെങ്കിൽ എന്ന് തൊട്ടാണോ ഈ മനുഷ്യന്മാരെന്ന് പറയുന്ന ജീവനെന്ന് പറയുന്ന അവസ്ഥ ഈ ഭൂമിയിലൊരു രൂപം സ്വീകരിച്ചത് അന്ന് തൊട്ടേ ഇതിന് അനുഭവമുണ്ട്. പക്ഷേ അറിവുകൾ ഒരുപാട് കയറിക്കഴിഞ്ഞപ്പം അറിവുകൾക്ക് ഇമ്പോർട്ടൻസും അനുഭവം അല്ലെങ്കിൽ ആ മനുഷ്യന് ഇമ്പോർട്ടൻസും ഇല്ലാതായിപ്പോയി. എല്ലാവരും അവരുടെ ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ശരീരം അല്ലെങ്കിൽ ഈ ഭവനത്തിൽ നിരന്തരം പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭവനം അല്ലെങ്കിൽ ഈ വീട്, ഈ നമ്മുടെ സ്വന്തം വീട്, ഈ നമ്മുടെ സ്വന്തം വീടിനെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുത്തൻ വീടാക്കിയിട്ട് നമുക്ക് മാറ്റണം. അതിനെന്ത് വേണം? നമുക്ക് കിട്ടിയ അറിവുകളെ ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിച്ച് അനുഭവത്തിന് കൂടുതൽ സ്ഥാനം കൊടുത്ത്. ഇപ്പോൾ തീയിൻ്റെ അടുത്തേക്ക് തീ പൊള്ളും എന്നുള്ളത് അറിവാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മാറണം. എന്നതുപോലെ എല്ലാ കാര്യവും നമ്മുടെ അനുഭവത്തിന് സ്ഥാനം കൊടുത്തിട്ട് ഈ അനുഭവത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുമ്പം നമുക്ക് ഇതൊരു പുത്തൻ വീടാക്കി മാറ്റാൻ സാധിക്കും. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് പുത്തൻ വീടാവുന്നതോടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ആൾക്കാർ പറയുമ്പം നമ്മൾ പെട്ടുപോണ അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്നെല്ലാം നമ്മൾ പതുക്കെ ഫ്രീ ആവും.
അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഈ ഒരു വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വീടാണ് നമ്മുടെ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ എൻ്റെ വീടാണ് എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നും മാറിയിട്ട് ഇവിടെ ഉള്ളതെല്ലാം എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഞാനത് അനുഭവിക്കേണ്ട രീതിയിൽ എനിക്ക് എന്നെ, കാരണം എന്തനുഭവിച്ചാലും അവനവനെയാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്. എൻ്റേതെന്നുള്ള തോന്നലിൽ പോലും ഓരോരുത്തരും അനുഭവിക്കുന്നത് അവനവനെയാണ്. അപ്പോൾ ആ എൻ്റേതെന്ന് തോന്നുന്ന ഭാഗത്തു നിന്ന് മാറിയിട്ട് ഈ ബോഡിയിലുള്ള ട്രോമയും അറിവുകളും മാറിക്കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റേതായ ഒരു തനതായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ വർക്ക് ചെയ്ത് കയറി വരുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഭയങ്കര കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ കൃത്യമായിട്ട് കാണുന്ന അവസ്ഥയാണ് സത്യത്തിൽ നമുക്ക് നമ്മളോടുള്ള താല്പര്യം. അപ്പോൾ നിങ്ങൾ ആരും ആയിക്കോട്ടെ, ജോലി എന്തും ആയിക്കോട്ടെ, ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടോ, ഈ ജീവനെ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് തീരുമാനം എടുത്ത്, ഓക്കെ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ഗുരു വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മതം വേണം, എന്ത് കാര്യമായിക്കോട്ടെ, അപ്പോൾ എന്ത് ചെയ്യുക, അതും അനുഭവമാക്കി മാറ്റുക. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടല്ല. ഇതിനെ നിങ്ങൾ വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറുമ്പം കാരണം ഓരോരുത്തരെയും ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നതിന് പകരം ആ പറയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആ എസെൻസുമായിട്ട് നമ്മൾ ഫുള്ളി സിങ്ക്രണൈസ്ഡ് ആകുമ്പോൾ നമ്മളെ ബോഡിക്ക് നമുക്കൊരു അനുഭവം കിട്ടും. ഓ, ഇതെനിക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തെയും കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനവനായിട്ട് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ, മറ്റേതെന്താണ്, നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എവിടെയോ സ്റ്റോറായി കിടക്കുന്ന ഒരു മെമ്മറി സിങ്ക്രണൈസ് ആവുകയാണ്. അവിടെ ഒരു സിമിലാരിറ്റി വർക്ക് ചെയ്യാണ്. അപ്പോൾ അത് സിമിലർ ആയിട്ടുള്ളൊരു മെമ്മറിയെ ട്രിഗർ ചെയ്യുമ്പോൾ, ഓ ഞാനതാണ്. അപ്പോഴും ശരീരത്തിന് അനുഭവമില്ല. ശരീരത്തിൻ്റെ അനുഭവമായിട്ട് നമ്മൾ ചേർന്ന് നിന്ന് താതാമ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാമാണോ ഈ അറിവുകൾ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. രോഗങ്ങൾ മാറിത്തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. മറ്റേത് ടച്ചില്ല, മനസ്സിലായോ? കാരണം വിശ്വാസം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സങ്കല്പത്തിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മളെ പൂർണ്ണമായി അനുഭവിക്കുമ്പോഴാണ്, കാരണം രോഗം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ കാലം എവിടെയെങ്കിലും വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ചുരുട്ടി മടക്കി നമ്മൾ ഇരിക്കുമ്പം നമ്മളെ കാലിൽ നമ്മൾ പ്രഷർ കൊടുത്തിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ വേദന വരുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പം വേദനയില്ലാതെ ഈ ശരീരത്തെ നമുക്ക് അതുപോലെ അനുഭവിക്കാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മൾ ഈ വീടിനെ പുത്തൻ വീടാക്കി മാറ്റുന്നത്. അല്ലാതെ വലിയ കോടിക്കണക്കിന് രൂപേൻ്റെ വീട് വെച്ചിട്ട് ഉള്ളിൽ കിടന്നുറങ്ങാൻ സ്വസ്ഥതയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഈ വീട്ടിൽ മറ്റുള്ളവർ പറഞ്ഞതും കണ്ടതും കേട്ടതുമായിട്ട് വേണ്ടാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ ബിൽഡ് ചെയ്തവരാണ് എല്ലാവരും. പക്ഷെ ആരുടെയും കുറ്റമല്ല. പക്ഷേ ഇനി ഇതിൽ വന്ന കറയെ കളഞ്ഞിട്ട് ഈ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ഏറ്റവും സിൻസിയറായിട്ടുള്ള, ഏറ്റവും നന്മയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ നിമിഷം നമുക്ക് തുടങ്ങാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ജീവനെ നിലനിർത്തുന്നത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ഒരു ആളുമല്ല, അല്ലെങ്കിൽ ഒരു മതവുമല്ല, മനസ്സിലായോ? ഈ പ്രപഞ്ചത്തിൻ്റെ തീരുമാനത്തിൽ നിങ്ങൾ ജീവിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥ ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പിന്നെ എന്തിനാ വേറെ എന്തെങ്കിലും നോക്കണത്? എന്തിനാ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണത്? ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനം കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കുന്നതെങ്കിലും ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ എവിടെയും അന്വേഷിച്ച് പോകണ്ട, ഇത് നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പം ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇതിന് കാണണില്ല. ആ കാഴ്ച നമ്മളിൽ മറക്കപ്പെട്ടതാണ്. അപ്പോൾ ആ മറക്കപ്പെട്ട കാഴ്ചയെ നമ്മൾ മാറ്റുമ്പം ഓരോരുത്തരും നോക്കുക, ഇത് തൊട്ടിട്ട് കാല് വരെയുള്ള മുഴുവൻ അവസ്ഥയിലും നമുക്ക് യാതൊരു പങ്കുമില്ല. അപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നത് നമ്മൾ ഈ സമൂഹത്തിൽ അങ്ങനത്തെ അവസ്ഥ നിലവിലുള്ളതുകൊണ്ടാണ്.
പക്ഷേ ഇനി നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ പറയാണ് പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് നമ്മൾ പറയണ രോഗം വരില്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ പോണില്ല. അവരെന്താ പറയുക? അത് ദൈവം തന്നതാണ്. അല്ലെങ്കിൽ മുഴുവനായിട്ട് സമാധാനത്തിൽ ജീവിക്കണ ആരുമില്ല. ഇതാണ് ഏറ്റവും എളുപ്പ വഴി. മനസ്സിലായോ? അങ്ങനെ മൊത്തത്തിൽ സമാധാനത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. മുഴുവൻ ദൈവം പറഞ്ഞ കാര്യം കേൾക്കാൻ ആർക്കും പറ്റില്ല. മുഴുവൻ പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ ആർക്കും പറ്റില്ല. എന്തുകൊണ്ടാണ്? പഴയ ചില ഓർമ്മകൾ നമ്മളിൽ കയറിയിട്ട് നമ്മൾ അതാണെന്ന് കരുതിയിട്ട് എവിടെയോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തത് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം തൊട്ടിട്ട് അവനവനായിട്ട് നിന്നിട്ട് ഈ പുത്തൻ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ പുത്തൻ വീട് നിങ്ങൾക്ക് വെളിച്ചമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പുത്തൻ വീടിൻ്റെ നിർമ്മാണം ഈ നിമിഷം തൊട്ട് തുടങ്ങുക. എന്നിട്ട് സൂപ്പറായിട്ട് ജീവിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായാ? എൻജോയ് ലിവിങ് ഗായ്സ്.